വിനോദസഞ്ചാരികൾക്ക് എന്നും പുതുമകൾ സമ്മാനിക്കുന്ന നഗരമാണ് ദുബൈ. ഇനി നമുക്ക് ഹത്തയിലെ ഗ്രാമങ്ങളിൽ രാപ്പാർക്കാമെന്നതാണ് ദുബൈയുടെ പുതിയ മുദ്രാവാക്യം. ദുബൈ ഹത്ത ഫെസ്റ്റിവലിലേക്ക് ആയിരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നതും. നഗരക്കാഴ്ചകൾക്കപ്പുറം ഗ്രാമങ്ങളുടെ നൈർമല്യങ്ങളിലേക്ക് കൂടി വിനോദസഞ്ചാരികളെ ക്ഷണിക്കുകയാണ് ദുബായ്. ദുബൈയുടെ മലയോര പ്രദേശമായ ഹത്തയിലേക്കാണ് ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക്. പ്രകൃതി സമ്മാനിക്കുന്ന ഹൃദ്യാനുഭവം അതുതന്നെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് മാടി വിളിക്കുന്നതും. ഡിസംബറിന്റെ തണുത്ത കാലാവസ്ഥയിൽ ഹത്ത ഫെസ്റ്റിവലിന്റെ ആദ്യ എഡിഷനിലേക്ക് വലിയ തോതിലാണ് സന്ദർശകർ എത്തുന്നത്. ഡിസംബർ 15 ആരംഭിച്ചതാണ് ഫെസ്റ്റിവൽ. പുതുവർഷ തലേന്ന് മേള അവസാനിക്കും. ലീം ലേക്ക് മുതൽ വാദി ഹബ്ബ് വരെയാണ് ഹത്ത ഫെസ്റ്റിവൽ ഭൂമിക. ഹത്ത ഡാമും ഹെറിറ്റേജ് വില്ലേജും ഇപ്പോൾ കൂടുതൽ ആകർഷകം. ക്രിസ്മസും പുതുവത്സര ദിനവും മുൻനിർത്തി തിരക്കൊഴിഞ്ഞ നേരമില്ല ഹത്തയിൽ. ആദ്യമായിട്ടാണ് ഹത്ത ഫെസ്റ്റിവലിൽ വരുന്നത്. ഹത്തയിൽ ഞങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാ സ്ഥലത്തും ഹത്തയിൽ പോയിട്ടുണ്ട്. ഹത്ത ഫെസ്റ്റിവലിലും ആദ്യമായിട്ടാണ്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കിഡ്സും ഞങ്ങളും ഫാമിലി എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. ഈ ലീം ലേക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. ലേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒരു ഓർഗനൈസ്ഡ് അല്ലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഓർഗനൈസ്ഡായി ലൈറ്റൊക്കെ വെച്ചു. നല്ലൊരു ഇപ്പോൾ വൈബുണ്ട്. പിന്നെ നമുക്ക് അപ്പുറത്ത് വാദി പാർക്കുണ്ട്, പിന്നെ ഹിൽ പാർക്കുണ്ട്. പിന്നെ ഇപ്പോൾ ഹത്ത ഫെസ്റ്റിവൽ നടക്കുന്നത് ഇപ്പോൾ വാദി ഹബ്ബിലാണ്. ഹത്ത ഹണി ഫെസ്റ്റിവൽ കൂടി ആരംഭിച്ചതോടെ സന്ദർശകർക്ക് മറ്റൊരു മധുരാനുഭവം കൂടിയാണ് ഈ ഗ്രാമം കൈമാറുന്നത്. മൂന്നാമത് ദുബായ് ഡെസ്റ്റിനേഷൻസ് ശൈത്യകാല പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് ഹത്ത ഫെസ്റ്റിവൽ. ഹത്തയുടെ പർവ്വതനിരകളുടെ മനോഹര പശ്ചാത്തലം. രാത്രികാലങ്ങളിൽ മലകളിൽ പടരുന്ന വൈദ്യുതി വെളിച്ചം ശരിക്കും ത്രില്ലടിപ്പിക്കും. ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്കായി നിരവധി വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളും കുടുംബങ്ങളും നിറഞ്ഞ ആഹ്ലാദത്തിൽ. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ടൈമിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ 2 ഡേയ്സും കൂടി ഉണ്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. പിള്ളേർക്കുള്ള ഏരിയ, ഇന്നിപ്പോൾ ബോട്ട്, അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട്. നാട്ടിലത്തെ ഒരുവിധം ക്ലൈമറ്റ്, നാട്ടിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദുബായ് മീഡിയ ഓഫീസിന് കീഴിലെ ബ്രാൻഡ് ദുബൈയാണ് സംഘാടകർ. അറബ് പരമ്പരാഗത കലാപ്രകടനങ്ങളും ഉത്സവത്തിന് പൊലിമയേകുന്നു. ഹത്ത തേനോത്സവം ഇത് 8ാം എഡിഷനാണ്. പ്രാദേശിക തേനീച്ച കർഷകരെ സാമ്പത്തികമായി പിന്തുണയ്ക്കുകയാണ് ലക്ഷ്യം. ദുബായ് മുനിസിപ്പാലിറ്റിയാണ് ഹത്ത ഹണി ഫെസ്റ്റ് നടത്തുന്നത്. ശുദ്ധവും പ്രാദേശികവുമായ തേനുകളുടെ വൈവിധ്യം. 60-ലധികം കർഷകർ തേൻ വിഭവങ്ങളുമായി മേളയിലുണ്ട്. ജബൽ ജൈസിലെയും ഉമ്മുൽ ഖുവൈനിലെയും റാസൽ ഖൈമയിലെയും മലമുകളിൽ നിന്നാണ് ഈ തേൻ ശേഖരിക്കുന്നത്. വില കൂടുതലാണെങ്കിലും ആവശ്യക്കാർക്ക് കുറവില്ല. ദുബായ് വിനോദസഞ്ചാരം ഹത്തയും കടന്നു വളരുകയാണ്. ഹത്ത ഫെസ്റ്റിവലിനായി വരും വർഷങ്ങളിലും ഇനി ആളുകൾ കാത്തിരിക്കും. ഉറപ്പ്.